ഹലോ ഗൈസ്, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓസ്മോ DG മൊബൈൽ 6 ആണ്. ബേസിക്കലി ഇതൊരു ഗിംബലാണ്, സ്റ്റെബിലൈസറാണ്. വ്ളോഗേഴ്സിനൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു ഗിംബലാണിത്. ഈ ഓസ്മോ മൊബൈൽ 6 ഇതിൻ്റെ അപ്ഡേറ്റഡ് മോഡലല്ല, ഇതിനൊരു പുതിയ മോഡലും കൂടെ ഉണ്ട്, ഓസ്മോ മൊബൈൽ 7. ബേസിക്കലി ഇതിനേക്കാളും കുറച്ചും കൂടെ ചീപ്പറാണ്, കുറച്ചും കൂടെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഈ മൊബൈൽ 6-ന് ഒരു എക്സ്റ്റൻഡബിൾ ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. 7 ആണെങ്കിൽ ട്രൈപോഡ് വരുന്നുണ്ടാവില്ല, ഇതിന് ബിൽഡ് ഇൻ ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ തന്നെ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതിനുണ്ട്. പുതിയൊരു മൊബൈൽ 7 ആണെങ്കിൽ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്, ബാറ്ററി ലൈഫ് കൂടുതലുണ്ട്, അതുപോലെ കുറച്ചും കൂടെ പ്രൈസ് കുറവാണ്. അവർ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കാനാണ് 7 നോക്കിയിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണ്. കാനഡയിൽ ഇതിന് ഓൾമോസ്റ്റ് ഒരു $150 അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. പുതിയ 7 ആണെങ്കിൽ $120 നമുക്ക് പുതിയ 7 കിട്ടും. അപ്പോൾ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. DJI ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് മോഡലാണെങ്കിൽ പോലും ഇതിന് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും ഫീച്ചേഴ്സിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു മോഡലാണിത്. ഇതിന് മെയിൻ ഫീച്ചേഴ്സ് വരുന്നത് നമുക്കിതിൻ്റെ ബാക്കിൽ തന്നെ കാണാം. 3 ആക്സിൽ സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ പോർട്ടബിൾ ആൻഡ് ഫോൾഡബിൾ, അത്യാവശ്യം ഹാൻഡിയാണ്. സാധനം കൊണ്ട് നടക്കാൻ അത്യാവശ്യം ഹാൻഡിയാണ്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് ഒരു 300 grams ഒക്കെ വരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു 1 hour ആണെങ്കിലും നമ്മൾ നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കധികം മടുപ്പ് തോന്നത്തില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് ഇൻ എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ ആരും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആക്റ്റീവ് ട്രാക്കിംഗ്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഈ ആക്റ്റീവ് ട്രാക്കിംഗ് ഉള്ള കാരണം നമുക്ക് അത്യാവശ്യം വേറെ ഒരാളില്ലാണ്ട് തന്നെ ഇതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ മാറിയത് ഓട്ടോ ഫോക്കസ് ആയി കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് കമ്പനി തരുന്നത്. ബാക്കി കൂടുതലൊന്നും വരുന്നില്ല. ഇൻ ദ ബോക്സ് വരുന്നത് നമ്മുടെ മെയിൻ സാധനം വരുന്നുണ്ട്. അതുപോലെ ഒരു DJI ഓസ്മോ മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പ് വരുന്നുണ്ട്, ഗ്രിപ്പ് ട്രൈപോഡ് വരുന്നുണ്ട്, അതുപോലെ ഒരു പവർ കേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സും പിന്നെ ഡോക്യുമെൻറ്റ്സും. എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ആദ്യം പൊളിച്ച് കളയാം. പ്ലാസ്റ്റിക്കിൻ്റെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. നമുക്കിവിടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. അവിടെ പോട്ടെ. ഇതിനകത്ത് വരുന്നത് ഒരു ചെറിയൊരു പാക്കറ്റ് വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് പിന്നെ നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ ഗിംബലിൻ്റെ മെയിൻ സാധനം ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു ട്രൈപോഡ് വരുന്നുണ്ട്, പിന്നെ മാഗ്നറ്റിക് ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം തൽക്കാലം. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ ഒരു പൗച്ച് വരുന്നുണ്ട്, DJIൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, പിന്നെ കുറച്ച് പേപ്പേഴ്സ് വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ബാഗ് വരുന്നുണ്ട്, നല്ലൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലിൻ്റെ ഒരു ബാഗ് വരുന്നുണ്ട്. ഓസ്മോ എന്നൊക്കെ എഴുതിയ ഒരു ബാഗ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യാരി ചെയ്യാനുള്ള കേസ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനൊരു ഒരു കേബിൾ വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്. Type-C to Type-A വരുന്നത്. Type-C to Type-C അല്ല, അതുണ്ട്.
വേറെ ഒന്നും തന്നെ ഇല്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ അതിനകത്ത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഓസ്മോ DJI ഓസ്മോ 6 ഗിംബൽ വരുന്നത്. ബ്ലാക്കാണ് കളറ്. ചെറിയൊരു സാധനമാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 300 grams അതിന് വരുന്നുള്ളൂ. ഒക്കെ നമുക്ക് കൂടുതൽ ഇത് എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ട്രൈപോഡ് വരുന്നുണ്ട്. ഇതാണെങ്കിലും കൊള്ളാം. ഇത് അത്യാവശ്യം ഇതിന് ബിൽഡ് ഇൻ ട്രൈപോഡ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, പക്ഷേ ട്രൈപോഡ് സ്റ്റാൻഡായിട്ട് വരുന്നില്ല. നമ്മളിതിന് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റാൻഡായിട്ട് എവിടെയെങ്കിലും വെക്കണമെങ്കിലൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കണക്ട് ചെയ്യണം. അതുപോലെ ഒരു മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോണ് ഇതിലോട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പെട്ടി അങ്ങോട്ട് മാറ്റി വെക്കാം. അത് നമ്മുടെ മെയിൻ സാധനം ഇങ്ങോട്ട് വെക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇതാണ് നമ്മുടെ DJI 6 മൊബൈൽ ഗിംബൽ വരുന്നത്. തൽക്കാലം ഇതിൻ്റെ ട്രൈപോഡ് വരാം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗിംബൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പുതിയ മോഡലിനാണെങ്കിൽ ഇതിന് ബിൽഡിൻ നമുക്കൊരു സ്റ്റാൻഡ് വരുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ 6-ന് അത് വരുന്നില്ല. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഗിംബൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ചാർജ് കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ആകുമ്പോഴത്തേനും ഓണായി നമുക്കിവിടെ കാണിക്കും. ബാക്കി ഇതിൻ്റെ ശരിക്കും പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സുകൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുന്നത്. ഇതിന് വരുന്ന ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് സ്പോട്ട് വരുന്നത്. ഒരു USB Type-C പോർട്ടാണ് ഇതിന് ചാർജിങ്ങിന് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാം. പക്ഷേ ഒരു 900 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു അത്യാവശ്യ ഘട്ടമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചാർജ് ചെയ്യാനൊക്കെ പറ്റും. പുതിയ 7-ലൊക്കെ ഏകദേശം 3000 mAh ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ഓൾമോസ്റ്റ് ഇതിനൊരു 7 hours നമുക്ക് സ്റ്റാൻഡേർഡ് കിട്ടും. മറ്റേ 10 hours പറയുന്നത്. വലിയൊരു ഡിഫറൻസ് അല്ല എങ്കിൽ പോലും പുതിയതിന് കുറച്ചും കൂടെയൊക്കെ ഒരു ഇത് വരുന്നുണ്ട്, റൺ ഓൺ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇതിനെ പറയാനുള്ളത്. ഇതാണ് ഇതിനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ബട്ടൺ വരുന്നത്. ഇതിനകത്ത് നമ്മൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ജോയ്സ്റ്റിക്കിലാണ് ബാക്കി കളികളെല്ലാം മൊത്തം വരുന്നത്. നമുക്ക് ഈ ഗിംബൽ വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് മുഴുവൻ, ഇപ്പോൾ നമ്മൾ ഫോൺ വെക്കാത്തതുകൊണ്ടാണ്, നമ്മൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് മുഴുവൻ വരുന്നത് ഇതിലാണ് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇതിലെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നോ അതിനനുസരിച്ച് ഇതിൻ്റെ ആക്സിൽസ് എല്ലാം മാറുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാനുള്ളത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് മോഡ്സ് പാൻ ചെയ്യാനുള്ളത്, ഇതിനകത്ത് നമ്മൾ ഫോൺ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിനകത്ത് പാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരോ ഇതിനകത്ത് ഈ ഡിസ്പ്ലേക്കകത്ത് നമ്മൾ ഈ ചെറിയ ഡിസ്പ്ലേക്കകത്ത് കാണിക്കും. അതുപോലെ വേറെ ഇതിനകത്ത് ചാർജിങ് കാണിക്കും. അങ്ങനെ എന്തായാലും ഞാനൊന്ന് ഒരു ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. തൽക്കാലം നമുക്ക് ഒരു ഫോണുമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. നമുക്കിത് അറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. നമുക്കിവിടെ ഒരു വൈറ്റ് ഡോട്ട് കാണാം. ഈ ഒരു ഡോട്ടും നമുക്ക് ഇതിൽ ഈ ആക്സിലിൽ വരുന്ന ഡോട്ടുണ്ട്. ഈ ഡോട്ടും കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടത് അറ്റാച്ച് ആവും. അപ്പോൾ അറ്റാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ഈ എം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം നമുക്കത്. അപ്പോൾ നമുക്കിത്
ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡ്സ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടുത്തെ ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ താഴോട്ടാക്കാൻ, ഇനി ഇത് മേളിലോട്ടാക്കണമെങ്കിലും ഇതാ ഇങ്ങനെ ചെയ്യാൻ പറ്റും. സൈഡിലോട്ടാക്കാൻ കൃത്യമായിട്ട് നമുക്ക് ഇത് സ്റ്റെബിലൈസ് ആവുന്ന നമുക്ക് കാണാം. നമുക്ക് താഴെ നിന്നൊക്കെ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ ഇത്ര അടുത്ത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. നമുക്കതുപോലെ ടാർജറ്റ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്യണം, എന്നാലേ കുറച്ചും കൂടെ നമുക്ക് ഫീച്ചേഴ്സ് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ പാനിങ് മോഡിലാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഷോട്ടൊക്കെ പാൻ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. നമുക്കിതെന്തായാലും ഒന്നും കൂടെ ഒന്ന് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ ഈ DJIൻ്റെ Osmo 6 ഞാനിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇത് അത്യാവശ്യം എന്താ പറയുക, ഇത് അത്യാവശ്യം നല്ല സ്റ്റേബിലൈസ് ആവുന്നുണ്ട്. ഇതിന് മോഡ്സ് ആണെങ്കിലും നല്ല യൂസ്ഫുള്ളാണ്. എനിക്ക് ഇതിനൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക കിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാം കൊണ്ട് നമുക്കിതൊരു നല്ലൊരു ഹാൻഡി പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്യാനാണെങ്കിലും അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഏത് ബിഗിനേഴ്സിനാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, DJIൻ്റെ തന്നെ ആപ്പുണ്ട്. നമ്മളിതിൻ്റെ ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൂം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ടിൽട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എന്താ പറയുക, നമ്മളിത് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റൊക്കെ ആക്കാൻ പറ്റും. അത് നമുക്ക് ഈവൻ നമ്മൾ ഐഫോണിൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ മീൻസ് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഫ്രണ്ട് സ്ക്രീൻ എടുക്കാനും ബാക്ക് ക്യാമറ എടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മളിത് സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് DJIൻ്റെ ആപ്പ് തന്നെ യൂസ് ചെയ്യണം, അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. ബാക്കി നമുക്ക് എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് ഒരു വർത്ത് പ്രൊഡക്റ്റാണ്. എനിക്കിതിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇതുവരായിട്ടും തോന്നിയിട്ടില്ല. എന്തായാലും ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ട് ഞാൻ ഇതിനെന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആണെങ്കിലും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതൊരു എന്താ പറയുക ബെനഫിറ്റ് ആയിരിക്കും. ഫോർ മീ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന DJIൻ്റെ Osmo 6 ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ട് സ്റ്റെബിലൈസ്ഡ് ആണ്. ഞാനിപ്പോൾ അത്യാവശ്യം കുലുക്കുന്നുണ്ട്, എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ ആ ഒരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ നമുക്ക് ഇതിൻ്റെ മോഡ്സ് ഇപ്പോൾ നമ്മൾ മേളിലോട്ടാക്കാനാണെങ്കിലും താഴോട്ടാക്കാനാണെങ്കിലും അതുപോലെ പാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. ഞാനത് അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ പൊതുവേ നമ്മൾ ഇതിൻ്റെ നോർമൽ മോഡിലിട്ടിട്ട് വളരെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് യൂസ് ചെയ്യാറേ ഉള്ളൂ. ഞാൻ അല്ലാണ്ട് ഇത് പാൻ ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതിന് എന്താ പറയുക, ഈ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചാർജിങ് മാത്രമേ ഉള്ളൂ. ചാർജിങ് അല്ലാണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഫീച്ചേഴ്സ് ആണെങ്കിലും DJIൻ്റെ ഒരു ആപ്പുണ്ട്. ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യാമറ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ട്രാക്കിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐഫോണിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ക്യാമറയാണ്. ഞാൻ അല്ലാണ്ട് ഈ ആപ്പിൻ്റെ ക്യാമറ ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ശരിക്കും ഇപ്പോൾ നമ്മളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ 7 മേടിച്ചാൽ മതി. 7 മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റും കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുപോലെ എന്താ പറയുക, അതുപോലെ കുറച്ചും കൂടെ ബാറ്ററി ലൈഫും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാറ്ററിയും പിന്നെ എന്താ പറയുക ഇതിൻ്റെ പ്രൈസും കൂടെ ഒരു ഇച്ചിരി കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ ഫോൺ
വാല്യൂ ഫോർ മണി പ്രപ്പോർഷനിലേക്ക് ഇതെത്തും. അപ്പോൾ നമുക്ക് അതായിരുന്നു ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ആൾക്കാർക്ക് ഇനി ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ എന്തായാലും രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് 140-50 CAD-ലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു 75% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. താങ്ക്